യേശുക്രിസ്തു ഉള്ള പ്രിയരെ, ഇന്ന് അനേകർക്കും പ്രശ്നം യേശുവാ. ഇവിടെ ഈ പ്രസംഗിക്ക യേശുവിനെ വേണ്ട, മറ്റുള്ളവർ മതി. യേശുവിനെ പാലസ്തീൻ ജനത, യഹൂദ മത പ്രമാണികൾ, റോമൻ ഗവൺമെന്റിന്റെ അധികാരികൾ ക്രൂശിക്കാനായി കൊണ്ടുപോകുമ്പോൾ അവര് ഒരു ജനസമൂഹം യേശുവിന്റെ പിന്നാലെ ജാലയായിപ്പോയി. അനേക സ്ത്രീകളും അനേക പുരുഷന്മാരും അനേകര് യേശുവിന്റെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു. യേശു തിരിഞ്ഞു നോക്കി തന്നെ സമീപിക്കുന്ന ആ സമൂഹത്തോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ പ്രവചനം നിവർത്തി ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ 2024 വർഷങ്ങൾ കഴിയുമ്പോഴും പാലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ, ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. 1000-ലധികം സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുമ്പോൾ നോക്കുക, ഒരു തലമുറ നാശത്തിലേക്ക് പോകുന്നു. ആ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കാൻ ഇന്ന് ആരുണ്ട്? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കുക. അവർ തെറ്റായ മാർഗത്തിൽ പോകാതെ സമാധാനത്തോടെ ജീവിക്കണം. അവരിൽ കൂടിയ നന്മ ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സൂക്ഷിക്കുവാൻ വേണ്ടി തെറ്റായ കൂട്ടുകെട്ടിൽ വീഴാതിരിക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിന് ദൈവകൃപ അവരുടെ മേൽ പോരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നാം ഈ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പരസ്പരം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വാഗ്വാദമുണ്ടാക്കി അന്നേരം പോര് പിടിക്കാനും കൊല്ലുപിടിക്കാനുമല്ല, ആർക്കുമൊന്നും നേടുവാനില്ല. ഇന്നല്ലെങ്കിൽ നമ്മൾ ഇവിടെ പരദേശികളാണ്, ഇവിടെ നിന്ന് മാറ്റപ്പെടും. എന്നാൽ നമ്മൾ ജീവിച്ച കാലമൊക്കെ നമ്മളെ കുറിച്ച് നമ്മുടെ സ്നേഹിതർ പറയുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുമോ, ആ ഇന്ന വ്യക്തി നല്ല മനുഷ്യനായിരുന്നു, കടന്നുപോയി, അദ്ദേഹം ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരമുണ്ട്. അങ്ങനെയുള്ള പലരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ പലരും ആ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയത്തില്ല. പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലാതെ മനുഷ്യൻ നട്ടുവട്ടം ഓടുമ്പോൾ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ വാക്ക്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം ലോകം തരുന്നതല്ല. ലോകം ആർക്കും സമാധാനം കൊടുക്കുകയില്ല. ദിനേനയുള്ള പത്രവാർത്തകൾ നോക്കിയേ, ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല. എന്തു പറയുന്നു? അതാ കുഞ്ഞുങ്ങൾ ലാളിച്ചു വളർത്തിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കുന്നില്ല. സമാധാനം നഷ്ടപ്പെട്ടത്ര സഹോദരിമാർ നമ്മുടെ ദേശത്ത്, നമ്മുടെ സമൂഹത്ത് ആത്മഹത്യ ചെയ്യുകയാണ്. കാര്യം സമാധാനമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കായി, മറ്റുള്ള സ്ഥലങ്ങളെക്കായി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. സ്നേഹിത, പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയല്ല. മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട്? മനുഷ്യൻ മരിച്ചാൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ? ചോദ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട്? മനുഷ്യൻ മരിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ? ആത്മഹത്യ പ്രശ്നത്തിനൊരു പരിഹാരമല്ല. സ്നേഹിത, ആത്മഹത്യ ചെയ്യരുത്. ഞങ്ങൾക്ക് വിളിച്ചു പറയുവാണ് മുദ്രാവാക്യം, ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, എത്രയോ സഹോദരിമാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ മറ്റുള്ള രാജ്യങ്ങളെക്കായി, മറ്റുള്ള സംസ്ഥാനങ്ങളെക്കായി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടത്തുന്നത്, ചെയ്യുന്നത് അത് സഹോദരിമാരാണ്. അത് ഞാൻ ഓർപ്പിച്ചു. സമാധാനമില്ല. മനുഷ്യൻ നോക്കെ സമാധാനത്തിന് വേണ്ടി, അല്പസമാധാനത്തിന് വേണ്ടി അത് നോക്കെ അവന്റെ ജീവിതത്തിൽ അവൻ വെച്ച അത് സന്ധ്യ സമയത്ത് വെച്ചു വെക്കുന്ന ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ മതോമത്തനായി ഒരാ മതവിളയിൽ വരുന്ന ആനയ്ക്ക് തുല്യമായിട്ടാണ് പല കുടുംബത്തിലെ ഭർത്താവ് സന്ധ്യാസമയം ഭവനത്തിലെ കയറി വരുന്നത്. ആ രംഗം കണ്ട് കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നു, ഭാര്യ അടുക്കളയിൽ ഓടി ഒളിക്കുന്നു. കാര്യം ആ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയാൻ കഴിയുകയില്ല. അങ്ങനെ ജീവിതം തകർന്നു തരിപ്പണമിട്ടാണ് പല പ്രിയപ്പെട്ടവരും ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട്? മനുഷ്യന്റെ മരണം കൊണ്ട്
ഇവിടെ അസ്തമിക്കുകയാണോ? വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു, മനുഷ്യൻ മരിച്ചാൽ അവന്റെ പ്രശ്നം പരിഹരിക്കുകയല്ല, മരണം മനുഷ്യന് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയുള്ള മരണമാണ്? യഹോവയുടെ പുസ്തകത്തിലിരിക്കുന്ന മരണം, യഹോവയുടെ പത്തന്റെയാകുന്ന മരണം യഹോവയ്ക്ക് വിലയേറിയത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മരണം ദൈവത്തിന് പ്രസാദമാണ്. മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 3 അക്ഷരം കൊടുക്കുന്ന മരണം, മനുഷ്യന്റെ മരണം എങ്ങനെയാണ് അന്തിമ സമയത്ത്? ചിലരുടെ മകന്മാരുടെ മരണം വളരെ ദുഃഖകരമാണ്. ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഇത്ര ദിവസമായി കിടപ്പിൽ കിടക്കുകയാണ്, ഭാര്യ നോക്കി മടുത്തു, കുഞ്ഞുങ്ങൾ നോക്കി മടുത്തു, ബന്ധുമിത്രാദികൾ നോക്കി മടുത്തു, ഇനി മരിക്കുന്നില്ലയോ? മരണം മാത്രം നോക്കിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലരുടെ മരണം നോക്കിയാൽ ഞാൻ ഉറപ്പിച്ചതുപോലെ ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ മരണം വളരെ ദുഃഖകരമാണ്. എന്നാൽ ചിലരുടെ മരണം മക്കൾക്ക് പോലും ശുശ്രൂഷിക്കുവാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ, ഒരു നല്ല വാക്ക് പറയുവാൻ സമയം പോലും കിട്ടാത്ത പലരുടെയും മരണമുണ്ട്. അതെന്തൊരു സുഖകരമായ മരണമാണ്. സ്നേഹിത, ഞാൻ ഓർപ്പിച്ചല്ലോ, മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട്? അത് വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു മരിച്ചു, താൻ ഉയർത്തെഴുന്നേറ്റു. സ്നേഹിതരെ, പാലസ്തീന്റെ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇത് കഥയാണോ? അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അത് യാഥാർത്ഥ്യമാണ്, കഥയല്ല, യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർ, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA-മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, അവരൊക്കെ മരിച്ചിട്ടില്ലേ? അവരുടെ കല്ലറ നിങ്ങൾ ചെന്ന് നോക്കിയേ. ഇന്നും ആ കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. അടഞ്ഞ് പല കല്ലറകൾ വളയപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് ആരുടെ കല്ലറയാണെന്നറിയാമോ? അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ഇത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. ആ കല്ലറയിൽ യേശു ഉയർത്തെഴുന്നേറ്റു. ആദ്യം മർത്തലക്കാരി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി, രണ്ടാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അവസാനം തന്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച ശേഷം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, സ്ഥലമൊരുക്കിയ ശേഷം വേഗം മടങ്ങി വരും. അപ്പോൾ മനുഷ്യന്റെ മരണം കൊണ്ട് ഇവിടെ അസ്തമിക്കുകയല്ല. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ 2 മരണമാണ് ഒരു മനുഷ്യന്. 2 മരണം. അതേതൊക്കെ മരണമാണോ? ഒന്ന് ഇവിടെ വെച്ചുള്ള മരണം, രണ്ടാമത് നിത്യന്യായം വിധിച്ച് തീപ്പൊയിലേക്ക് തള്ളിയിടുന്ന ഒരു മരണം. അപ്പോൾ ഒരു കൂട്ടരെ തീപ്പൊയിലേക്ക് തള്ളി നിത്യമരണത്തിന് ഏൽപ്പിക്കുമ്പോൾ ഒരു കൂട്ടർ മരണമില്ലാത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ സന്ധ്യയോടെടുക്കുന്ന സമയം, ഈ ഉച്ച കഴിഞ്ഞ സമയം, ഈ പ്രഭാഷണം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടരെ നിത്യ നരകത്തിലേക്ക് മരണം നോക്കി തള്ളുമ്പോൾ അടുത്തൊരു കൂട്ടരെ അത് നിത്യം ജീവിക്കുവാൻ മരണമില്ലാത്ത ഒരു നാട്ടിലേക്ക് യേശുക്രിസ്തു കൂട്ടിച്ചേർക്കാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഉപദേശി, മരണമില്ലാത്ത നാട്ടിലേക്ക് ഞങ്ങൾ പോകാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. പൈസ കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, നീ വഴിപാടുകൾ ചെയ്യണ്ട, നീ ഇരിക്കുന്ന ഇരിപ്പിൽ, നീ കിടക്കുന്ന കിടപ്പിൽ രോഗിയായി കിടക്കുകയാണോ? നിന്റെ ജീവിതം തകർന്നിരിക്കുകയാണോ? നിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ അടിച്ചായിരിക്കുകയാണോ? ആ കിടക്കുന്ന കിടപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ
യേശുവേ, അവിടുത്തെ ഒത്തിരി സാന്നിധ്യം എന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണേ, എന്റെ കുടുംബത്തിലേക്കൊന്ന് കടന്നു വരണേ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ കണ്ണടയ്ക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ. നിന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെട്ടതാണെങ്കിൽ, ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ഒന്ന് തലവണക്കുമോ? കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം എന്റെ ഭവനത്തിലേക്കൊന്ന് എഴുന്നേറ്റ് വരണമേ. അവിടുത്തെ തിരുസാന്നിധ്യം എന്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണേ. ഒരു വാക്കിൽ സ്നേഹിതാ, വാത്സല്യ മാതാവേ, പിതാവേ, ഒരു നിമിഷം ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എങ്കിൽ, മരണമില്ലാത്ത നാട്ടിലേക്ക്, രോഗമില്ലാത്ത നാട്ടിലേക്ക്, പട്ടിണിയില്ലാത്ത നാട്ടിലേക്ക്, കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക്, ഒന്നോട് എടുത്തു പറഞ്ഞാൽ അവിടെ മരണമില്ല, അവിടെ നിത്യം സന്തോഷമാണ്. ആ സന്തോഷമുള്ള നാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അതിവാത്സലമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാത സമയം മുതൽ സമയം വരെയും വിവിധ ഇടങ്ങളിലായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ വചന സത്യവചനം വിളിച്ചറിയിക്കുവാൻ കൃപയോടെ കർത്താവിന്റെ ദാസന്മാരെ അയച്ചു നോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ കർത്താവ് ഈ നിങ്ങളുടെ ഭാഗത്തും കടന്നു വന്ന് കർത്താവിനെ ഘോഷിപ്പാൻ ദാസനെ അവസരമൊരുക്കാനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും എന്നുള്ള ദൈവത്തിന്റെ വചനം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിനായി സ്തോത്രം. കഷ്ടവും ദുഃഖവും പ്രയാസവും മുറിവിലുമില്ലാത്ത നിത്യമായ ഒരു രാജ്യം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആ നാട്ടിലേക്ക് പോകുവാൻ സത്യവചനം കേട്ട് രക്ഷിക്കപ്പെട്ട് അതിന് അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാൻ ദൈവമയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോ വിശ്വാസി ഭവനങ്ങളെ, മറ്റു ഭവനങ്ങളെയൊക്കെ ഓർക്കുകയാണ്. കർത്താവിനെ ചിലരുടെ പേരുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്ന എല്ലാ കുടുംബക്കാരെയും, എല്ലാ ജീവനങ്ങളെ ഓർക്കുന്നു. ഭവനത്തിന്റെ അകത്തളത്തിൽ നിന്ന് കാലിൽ ദൈവവചനം കേൾക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെയൊക്കെ ഏൽപ്പിച്ചാട്ടെ. തുറന്ന ദൈവം ഞങ്ങളെ മാനിക്കണം. തുറന്ന നിമിഷങ്ങളും മറ്റു സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനമായി നിൽക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെയൊക്കെ ഏൽപ്പിച്ചാട്ടെ. പ്രാർത്ഥന കടനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധമാവിനെ, യേശുക്രിസ്തു രാജാവായി ദൈവത്തെ എതിരേൽപ്പാൻ അഖില ഈശോ മസിഹായിക്ക്